കാണുന്നതാണ് പുനലൂർ തൂക്കുപാലം. കൊല്ലംകാർക്ക് ഒരാമുഖത്തിന്റെ ആവശ്യമില്ല, എങ്കിലും പറയാം. കേരളത്തിലെ തൂക്കുപാലങ്ങളിൽ ഒറ്റപ്പെടുന്ന പ്രത്യേകതയുള്ളതാണ് പുനലൂർ തൂക്കുപാലം. ഈ പാലം ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു ഉദാഹരണമായും ബ്രിട്ടീഷ് ഭരണകാലത്തെ ആധുനിക വികസന ശ്രമങ്ങളുടെ ഭാഗമായും ഇന്നും പ്രശസ്തമാണ്. ചരിത്രപരവും സാങ്കേതികവുമായ ഈ കെട്ടിടം കേരളത്തിന്റെ സമൃദ്ധമായ പൈതൃകത്തിന്റെ അഭിമാന ചിഹ്നമാണെന്നതിൽ സംശയമില്ല. 1877 ബ്രിട്ടീഷ് ഭരണകാലത്ത് പുനലൂരിൽ നിർമ്മിച്ച തൂക്കുപാലമാണിത്. ബ്രിട്ടീഷുകാരനായ ടൈഗർ ലോഹിൻ എന്ന ഉദ്യോഗസ്ഥനാണ് പാലം രൂപകൽപ്പന ചെയ്തത്. പുനലൂർ കുമ്പവൂർ മേഖല വഴി മലനിരകളിലേക്കുള്ള ചരക്കുകൾ കൈമാറുന്നതിനും യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുന്നതിനും ഈ പാലം നിർമ്മിക്കുകയുണ്ടായി. ഒരു സാങ്കേതിക നേട്ടമായും കാട്ടാനയെ പോലുള്ള വന്യമൃഗങ്ങളെ തടയാനുള്ള ഉപായമായും ഈ പാലം വലിയ പ്രാധാന്യം വഹിച്ചിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. ഏകദേശം 400 അടി നീളവും 6 അടി വീതിയുമുള്ള ഈ പാലം കല്ലടയാറിന്റെ ഇരുതീരങ്ങളെ ബന്ധിപ്പിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇരുമ്പ് കേബിളുകൾ ഉപയോഗിച്ച് പാലം താങ്ങിയിരിക്കുന്നതിനോടൊപ്പം കല്ലുപയോഗിച്ചുള്ള ദൃഢമായ അടിസ്ഥാനവും ഇതിനുണ്ട്. 1972 പുതിയ കോൺക്രീറ്റ് പാലം പണിതതോടെ പഴയ തൂക്കുപാലം പൊതുയാത്രയ്ക്കായി അടച്ചു. എന്നാൽ ടൂറിസം മേഖലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്ന ഈ പാലം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. ഇന്ന് ഈ പാലം വിനോദസഞ്ചാരികളുടെയും ചരിത്രപ്രേമികളുടെയും ആകർഷണ കേന്ദ്രമാണ്. അതിന്റെ സാങ്കേതിക കഴിവുകളും വാസ്തുവിദ്യയും വളരെ പ്രശംസനീയവുമാണ്.